നമ്മൾ അടുത്ത റൂഞ്ചസ് തിയറം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ചാപ്റ്ററാണ് നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. പ്രൊപ്പോസിഷനാണ് ആദ്യം തന്നെ ഇതിൽ വരുന്നത്. സോ കെ ബി എ കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് ദി റീജിയൻ ജി, ദെൻ ദർ ആർ സ്ട്രൈറ്റ് ലൈൻ സെഗ്മെന്റ്സ് ഗാമ 1, ഗാമ 2, etc. ഗാമ n in G minus k such that for every function f in h of g, f of z equal to sigma k equal to 1 to n 1 by 2 pi a integration gamma k over gamma k f of w divided w minus z dw for all z in k. The line segments from a finite number of form a finite number of closed polygons. അപ്പോൾ നമ്മളോട് പറയുന്നത് k എന്ന് പറഞ്ഞൊരു കോമ്പാക്ട് സബ്സെറ്റ് ആണ് ഇൻ ദ റീജിയൻ ജിയിൽ. Then there are straight line segments. അതിനൊരു straight line segments ഉണ്ട്. ഗാമ 1, ഗാമ 2, etc. ഗാമ n in G minus k. k എന്ന് പറഞ്ഞൊരു കോമ്പാക്ട് സബ്സെറ്റ് ആണ് ജിയിലെങ്കിൽ അതിനൊരു സ്ട്രൈറ്റ് ലൈൻ സെഗ്മെന്റ്സ് ഉണ്ടാവും. ഗാമ 1, ഗാമ 2, etc. ഗാമ n G minus k എന്നുള്ളത് അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യും? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n 1 by 2 pi a ഇൻ്റഗ്രേഷൻ ഓവർ ഗാമ കെ എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് സെഡ് ഡി ഡബ്ല്യു പറഞ്ഞ ആ ഒരു ഇൻ്റഗ്രേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സെഡ് പറഞ്ഞാൽ കെ എൽ എലിമെൻ്റ് ആണ്. ദി ലൈൻ സെഗ്മെന്റ്സ് ഫോം എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ക്ലോസ്ഡ് പോളിഗൺസ്. പിന്നെ എന്ത് ചെയ്യും? ലൈൻ സെഗ്മെന്റ്സ് ക്ലോസ്ഡ് പോളിഗൺസ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് ക്ലോസ്ഡ് പോളിഗൺസ് ഫോം ചെയ്യും. അപ്പോൾ കെ ഒരു കോമ്പാക്ട് സബ്സെറ്റും റീജിയൻ ജിയും ആണെങ്കിൽ അതിലൊരു സ്ട്രൈറ്റ് ലൈൻ സെഗ്മെന്റ്സ് ഉണ്ടാവും. എങ്ങനെ? ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. നമുക്ക് നോക്കാം. ഒബ്സർവ് ദാറ്റ് ബൈ എൻലാർജിങ് കെ എ ലിറ്റിൽ വി മേ അസ്യൂം ദാറ്റ് കെ ഈക്വൽ ടു ഇന്റീരിയർ ഓഫ് കെ മൈനസ് സോ ലെറ്റ് 0 ലെസ് ദാൻ ഡെൽറ്റ ലെസ് ദാൻ 1 by 2 ഡി ഓഫ് കെ കോമ സി മൈനസ് ജി. നമ്മൾ എന്ത് ചെയ്തു? കെ എന്ന് പറഞ്ഞത് ഇന്റീരിയർ ഓഫ് കെ എന്നെടുത്തു, അതായത് കോമ്പാക്ട് സബ്സെറ്റിന്റെ ഉള്ളിലുള്ളത്. ദെൻ 0 ലെസ് ദാൻ ഡെൽറ്റ ലെസ് ദാൻ 1 by 2 ഡി ഓഫ് കെ സി മൈനസ് ജി. 0ൻ്റെയും 1 by 2 ഡി ഓഫ് കെയുടെയും സി മൈനസ് ജിയുടെയും ഡിസ്റ്റൻസിൻ്റെയും ഇടയിലായിരിക്കും നമ്മൾ ചൂസ് ചെയ്ത ഡെൽറ്റ. ആൻഡ് പ്ലേസ് എ ഗ്രിഡ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ഇൻ ദി പ്ലെയിൻ സോ ദാറ്റ് കോൺസിക്യൂട്ടീവ് ലൈൻസ് ആർ ലെസ് ദാൻ എ ഡിസ്റ്റൻസ് ഡെൽറ്റ എ പാർട്ട്. നമുക്ക് എപ്പോഴും എന്തേ വരുള്ളൂ? നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈനും വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈനും പ്ലെയിനിൽ വരയ്ക്കുകയാണെങ്കിൽ അത് കോൺസിക്യൂട്ടീവ് ലൈൻസ് ആയിരിക്കും. അത് എന്തിനേക്കാളും ഡെൽറ്റ എന്ന് പറഞ്ഞത് ഡെൽറ്റേനേക്കാളും എന്തായിട്ട് ചെറുതായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതായത് R1, R2, etc. RM B ദി റിസൾട്ടിങ് റെക്ടാങ്കിൾസ്. അതായത് ഇങ്ങനെ റെക്ടാങ്കിളായിട്ടും വെർട്ടിക്കലായിട്ടും നമ്മൾ ഇങ്ങനെ ലൈൻസ് വരയ്ക്കുകയെന്ന് വിചാരിക്കുക. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്മൾ ലൈൻസ് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? റെക്ടാങ്കിൾസ് കിട്ടും. ഈ റെക്ടാങ്കിൾസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലെസ് ദാൻ ഡെൽറ്റയാണ്. ഓക്കെ, ലെറ്റ് R1, R2, etc. RM B ദി റിസൾട്ടിങ് റെക്ടാങ്കിൾസ്. നമുക്ക് തന്നിട്ടുള്ള റെക്ടാങ്കിൾസ് ആണ് R1, R2, etc. RM എന്ന് പറഞ്ഞത്. ദാറ്റ് ഇൻ്റർസെക്ട് കെ പറഞ്ഞ കോമ്പാക്ട് സബ്സെറ്റ് ഇൻ്റർസെക്ട് ചെയ്തിട്ട്. സോ അതിൽ നമുക്ക് എന്ത് പറയാം? കെ ഒരു കോമ്പാക്ട് ആയതുകൊണ്ട് അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് there are only finite number of എന്തെല്ലോ റെക്ടാങ്കിൾസ് ഉള്ളൂ. സോ കാരണം എന്താ വെച്ചാൽ കെ ഒരു കോമ്പാക്ട് ആയതുകൊണ്ട്. ഓൾസോ ലെറ്റ് ഡോ ആർ ജെ ബി ദി ബൗണ്ടറി ഓഫ് ആർ ജെ. ഡോ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും? നമ്മൾ ഡോ ആർ ജെ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? നമ്മളിപ്പോൾ ഗാമ കെ നമ്മൾ ചൂസ് ചെയ്തത്, നമ്മൾ സപ്പോസ് ചെയ്തത് ഗാമ കെ എന്ന് പറഞ്ഞത് എവിടെ ഇല്ല എന്നാണ്, ഒരൊറ്റ ലൈൻ സെഗ്മെൻറ്റിൽ ഉണ്ടാവുള്ളൂ എന്നാണ്, ഒരു റെക്ടാങ്കിളുടെ ഒറ്റ ലൈൻ സെഗ്മെൻറ്റിൽ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? ഒരു ഗാമ കെ എന്ന് പറഞ്ഞത് ഗാമ കെക്ക് രണ്ട് റെക്ടാങ്കിൾസിൻ്റെ കോമൺ സൈഡ് ഉണ്ടാവും. അതപ്പോൾ ഗാമ കെ ചൂസ് ചെയ്തതനുസരിച്ചിട്ട് നമുക്ക് എന്തായി? കോൺട്രഡിക്ഷനായി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സെറ്റ് ബിലോങ്സ് ടു കെ ആൻഡ് ഇസ് നോട്ട് ഓൺ ദി ബൗണ്ടറി ഓഫ് എനി ആർ ജെ. സെറ്റ് എന്ന് പറഞ്ഞത് കെയിൽ ഉണ്ടായിരിക്കും, പക്ഷെ എവിടെ ഉണ്ടാവില്ല? ആർ ജെ റെക്ടാങ്കിളുടെ ബൗണ്ടറിയിൽ ഉണ്ടാവില്ല എന്ന് പറയും. ഉള്ളിലുണ്ടായിരിക്കും, പക്ഷെ പുറത്തുണ്ടാവില്ല, അതായത് ബൗണ്ടറിയിൽ ഉണ്ടാവില്ല. ദെൻ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 1 by 2 pi a ഇൻറ്റു എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് സെഡ് എന്ന് എഴുതാം. ഇസ് കണ്ടിന്യൂസ് ഓൺ യൂണിയൻ ജെ ഈക്വൽ ടു 1 to m ഡോ ആർ ജെ ഫോർ എഫ് ഇൻ എച്ച് ഓഫ് ജി. ഇറ്റ് ഫോളോസ് ഫ്രം 1.2 ദാറ്റ്, അതായത് 1.2ൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? 1.2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷന് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ജെ ഈക്വൽ ടു 1 to m 1 by 2 pi a ഇൻ്റഗ്രേഷൻ ഡോ ആർ ജെ എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് സെഡ് ഡി ഡബ്ല്യു ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n 1 by 2 pi a integration over gamma k f of w w minus z dw എന്ന് എഴുതാം. ഓക്കെ, then but z belongs to the interior of exactly 1 rj. എന്തായാലും നമുക്ക് എന്ത് പറയാം? സെറ്റ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു റെക്ടാങ്കിളിന്റെ ഉള്ളിൽ ഇന്റീരിയറിൽ ഉണ്ടായിരിക്കും. ഇഫ് സെറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ജെ, ഇനി സെറ്റ് ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതൊരു ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ഡോ ആർ ജെയിൽ 0 ആയിരിക്കും. കാരണം നമ്മൾ കോംപ്ലക്സിൽ പഠിച്ചിട്ടുണ്ട് റെക്ടാങ്കിളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ, അതായത് ഉൾഭാഗമാണ് ഇപ്പോൾ നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? കോമ്പാക്ട് സെറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ആ ഉള്ളിൽ നമ്മളുടെ
നമ്മൾ പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ 0 ആണ്. നമ്മൾ കോഷീസ് റൈമാനിലോ നമ്മൾ കോംപ്ലക്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ആൻഡ് ഇഫ് സെഡ് ഇസ് ഇൻ ആർ ജെ, സെഡ് എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും, ആർ ജെയിൽ ഉണ്ടാവും. ദി ഇന്റഗ്രൽ ഈക്വൽസ് എഫ് ഓഫ് സെഡ് ബൈ കോഷീസ് ഫോർമുല അതായത് ഇന്റഗ്രൽ കോഷീസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, എന്തായാലും സെഡ് എന്ന് പറയുന്നത് ആർ ജെയിൽ ഉണ്ടായിരിക്കും. സോ ദസ് ബിക്കം എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n 1/2πa ഇന്റഗ്രേഷൻ ഓവർ ഗാമ കെ എഫ് ഓഫ് ഡബ്ല്യു ബൈ ഡബ്ല്യു മൈനസ് സെഡ് ഡി ഡബ്ല്യു. വെനെവർ സെഡ് എലമെന്റ് ഓഫ് കെ മൈനസ് യൂണിയൻ ജെ ഈക്വൽ ടു 1 to m ഡോ ആർ ജെ എന്ന് പറയും. അതായത് റെക്ടാങ്കിൾസിന്റെ യൂണിയനെ കെയിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത, അതായത് ബൗണ്ടറിയിൽ നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. സോ നമുക്കിനി നമുക്ക് എന്ത് പറയാം, ബൗണ്ടറിയുടെ യൂണിയൻ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ബൗണ്ടറിയിൽ സെഡ് എലമെന്റ് ഓഫ് സെറ്റ് ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു. സെറ്റ് എവിടെ ആയിരിക്കും, ഇന്റീരിയറിലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ബട്ട് ബോത്ത് സൈഡ്സ് ഓഫ് 1.4 ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഈ എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കണ്ടിന്യൂസ് ആണ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഇന്റഗ്രേഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആണ് ഓൺ കെ, ബിക്കോസ് ഈച്ച് ഗാമ കെ മിസ്സസ് കെ and they agree on a dense subset of k. Thus 1.4 holds for all z in k. The remainder of the proof of follows. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 1.4 എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ എല്ലാ സെറ്റിലും സാറ്റിസ്ഫൈ ചെയ്യും നമുക്ക് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ പ്രൂഫ് വരുന്നത്. ദെൻ അടുത്ത ലെമ്മ, ലെറ്റ് ഗാമ ബി എ റെക്ടിഫൈബിൾ കർവ് ആൻഡ് ലെറ്റ് കെ ബി എ കോമ്പാക്ട് സെറ്റ് സച്ച് ദാറ്റ് കെ ഇന്റർസെക്ഷൻ സെറ്റ് ഗാമ ഈക്വൽ ടു, ഇവിടെ ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ എം ടി സെറ്റ് ആട്ടോ. നമ്മൾ ഇവിടെ എം ടി നമ്മൾ ഈ ഒരു എം ടി ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ടെസ്റ്റിൽ എം ടി ആയിട്ട് നമ്മൾ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എം ടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരികയാണെങ്കിൽ അത് സ്ക്വയർ ആണ് കേട്ടോ, എം ടി ആണ്. സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ അത് എം ടി ആണ്. ഇഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ഗാമ ആൻഡ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, then there is a rational function r of z having all its poles on gamma such that modulus of integration gamma f of w by w minus z dw minus r of z is less than epsilon for all z in k. അതായത് പറയുന്നത് ലെറ്റ് ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്ടിഫൈബിൾ കർവ് ആണ്. ആൻഡ് ലെറ്റ് കെ ബി എ കോമ്പാക്ട് സെറ്റ്, കെ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പാക്ട് സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കെ ഇന്റർസെക്ഷൻ ഗാമ എന്ന് പറഞ്ഞത് എം ടി ആണ്. ഇഫ് എഫ് ഇസ് ഒരു എഫ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഓൺ ഗാമയിൽ ആൻഡ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു റാഷണൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും എവിടെ, ഹാവിങ് ഓൾ ഇറ്റ്സ് പോൾസ് ഓൺ ഗാമ, ഗാമയുടെ എല്ലാ പോൾസിനും ഒരു റാഷണൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു റാഷണൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഒരു ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സിൻസ് കെ ആൻഡ് ഗാമ ആർ ഡിസ്റ്റന്റ്, സിൻസ് കെയും ഗാമയും ഡിസ്റ്റന്റ് ആണ്, കാരണം കെ ഇന്റർസെക്ഷൻ ഗാമ എന്നിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്, എം ടി സെറ്റ് ആണ്. സോ അത് ഡിസ്റ്റന്റ് ആണ്. ദർ ഇസ് എ നമ്പർ ആർ വിത്ത് 0 less than r less than d of k gamma. If gamma is defined on closed interval then 0 1, then for 0 less than or equal to s, t less than or equal to 1 and z in k. നമ്മളിവിടെ എന്ത് ചെയ്യുക, ഗാമ ഡിഫൈൻ ചെയ്യണം ഓൺ ദി ക്ലോസ്ഡ് ഇന്റർവൽ 0 1ൽ. എങ്ങനെ വെച്ചാൽ എഫ് ഓഫ് ഗാമ ഓഫ് ടി ഡിവൈഡഡ് ഗാമ ഓഫ് ടി മൈനസ് സെഡ് മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് എസ് ഡിവൈഡഡ് ഗാമ ഓഫ് എസ് മൈനസ് സെഡ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമുക്ക് എന്ത് പറയാം, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് ഗാമ ഓഫ് ടി ഗാമ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് എസ് ഗാമ ഓഫ് ടി മൈനസ് സെഡ് ഇൻറ്റു എഫ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് എസ് എന്ന് വരും. ഓക്കെ, ദെൻ 1/r സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ഓഫ് കെ ഗാമയുടെ ഒരു നമ്പർ ചൂസ് ചെയ്തേ ഉള്ളൂ. അതെന്തിനേക്കാളും ഈ ഒരു ഇക്വാലിറ്റിന്റെ കൂടെ നമ്മളൊരു 1/r² മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വാലിറ്റി എന്താവും, ഈ ഇക്വാലിറ്റിനേക്കാളും വലുതാവും. സോ 1/r² ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് ഗാമ ഓഫ് ടി മോഡുലസ് ഓഫ് ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി പ്ലസ് 1/r² ഗാമ ഓഫ് ടി. അതായത് ഈ ഒരു ടേം ഇങ്ങനെ എഴുതി, എഫ് ഓഫ് ഗാമ ഓഫ് ടി ഗാമ ഓഫ് എസ് മൈനസ്, നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/r² എഫ് ഓഫ് ഗാമ ഓഫ് ടി ഗാമ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് എസ് ഗാമ ഓഫ് ടി മൈനസ് സെഡ് ഇൻറ്റു എഫ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് എസ് എന്നാണ് ടേം വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ എഫ് ഓഫ് ഗാമ ഓഫ് ടി എന്ന് പറഞ്ഞ ടേം ആഡ് ചെയ്യുകയും ചെയ്യുക, അതേപോലെ മൈനസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക. സോ ഈ ഗാമ ഓഫ് ടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കാം, എഫ് ഓഫ് ഗാമ ഓഫ് ടി എന്ന് പറഞ്ഞത് ഇതിൽ രണ്ടിലും കോമൺ ആണ്. ഇവിടെ ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ, ഒരു ടേം മൈനസ് ചെയ്യുക, ഒരു ടേം പ്ലസ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് ഗാമ ഓഫ് ടി കോമൺ ആയിട്ട് പുറത്തെടുത്ത് ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് ഗാമ ഓഫ് ടി
മോഡുലസ് ഓഫ് ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി പ്ലസ് അടുത്തത് 1/r² കോമൺ അല്ലേ. സോ 1/r² ഇൻറ്റു ഇവിടെ എഫ് ഓഫ് ഗാമ ഓഫ് എസ് ഗാമ ഓഫ് ടി ഉണ്ട്, അതേപോലെ എന്തുണ്ട് എഫ് ഓഫ് ഗാമ ഓഫ് എസ് ഗാമ ഓഫ് ടി ഉണ്ട്. ഓക്കെ, എഫ് ഓഫ് ഗാമ ഓഫ് ടി എഫ് ഓഫ് ഗാമ ഓഫ് എസ് ഗാമ ഓഫ് ടി ഉണ്ട്, അതേപോലെ എഫ് ഓഫ് ഗാമ ഓഫ് ടി ഗാമ ഓഫ് ടി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഗാമ ഓഫ് ടി കോമൺ ആയിട്ട് എടുത്താൽ ദെൻ എന്ത് വരും, എഫ് ഓഫ് ഗാമ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് ടി എന്ന് വരും. പ്ലസ് അടുത്ത ടേം ഇത് മൈനസ് ത്രൂ ഔട്ട് പ്ലസ് ചെയ്യാണ്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുമ്പോൾ ആ ഒരു ഇത് വരും. സോ മൈനസ് പ്ലസ് മോഡുലസ് ഓഫ് സെഡ്, മോഡുലസ് ത്രൂ ഔട്ട് മോഡുലസ് കൊടുക്കരുത്. സോ മോഡുലസ് ഓഫ് സെഡ് ബൈ ഇവിടുത്തെ r² മോഡുലസ് ഓഫ് എഫ് ഓഫ് ഗാമ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് ടി. അതായത് ഈ ടേമിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു എഴുതി, മോഡുലസിൻ്റെ ഉള്ളിലാണ്ട് കുഴപ്പമില്ല. ദർ ഇസ് എ കോൺസ്റ്റന്റ് സി ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇനി മോഡുലസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സീനേക്കാളും ചെറുതാണെന്ന് വിചാരിക്കുക. ഫോർ ഓൾ സെഡ് ഇൻ കെ മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതേപോലെ നമുക്ക് എന്ത് പറയാം, മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. ആൻഡ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ഗാമ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും ഫോർ ഓൾ ടി ഇൻ 0, 1. ദിസ് ഗിവ്സ് ദാറ്റ് ഫോർ ഓൾ എസ് ആൻഡ് ടി ഇൻ 0, 1 ആൻഡ് സെഡ് ഇൻ കെ എല്ലാ എസ്സിനും എസ്സും ടിയും 0, 1 എല്ലാ എസ്സിനും ടിക്കും ഈ പറഞ്ഞ റിസൾട്ട് ട്രൂ ആണ്. അതേപോലെ എല്ലാ സെഡിനും. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് ഈ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ ഇത്രയിലിപ്പോൾ നമുക്ക് കിട്ടിയത് അതിൽ നിന്ന് മോഡുലസ് ഓഫ് സെഡിന് നമുക്ക് c/r² എന്ന് കൊടുക്കാം. അതേപോലെ എഫ് ഓഫ് ഗാമ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, അത് എഫ് ഓഫ് ഗാമ ഓഫ് ടി എന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ് വരുന്നത്. സോ c/r² ഇൻറ്റു മോഡുലസ് ഓഫ് ഗാമ ഓഫ് എസ് ഗാമ ഓഫ് ടി പ്ലസ് ഇവിടെ എന്ത് വരും, അടുത്തത് ഗാമ ഓഫ് ടി. ഗാമ ഓഫ് ടിക്ക് എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. സോ c/r² എഫ് ഓഫ് ഗാമ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് ടി. പിന്നെ ഇവിടെ മോഡുലസ് ഓഫ് സെറ്റ് എന്താണ്, അവിടെ എന്ത് വരും, നമുക്ക് സി വരും. സോ c/r² എന്ന് വരും. സോ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2c/r² മോഡുലസ് ഓഫ് എഫ് ഓഫ് ഗാമ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് ടി എന്ന് എഴുതാം. സിൻസ് ബോത്ത് ഗാമ ആൻഡ് എഫ് കോമ്പോസിഷൻ ഗാമ ആർ യൂണിഫോംലി കണ്ടിന്യൂസ്. ഗാമയും അതേപോലെ എഫ് കോമ്പോസിഷൻ ഗാമ എന്താണ്, യൂണിഫോംലി എഫ് കോമ്പോസിഷൻ ഗാമ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഗാമ ഓഫ് എസ് അല്ലെങ്കിൽ എഫ് ഓഫ് ഗാമ ഓഫ് ടി, അതാണ് കേട്ടോ ഇവിടെ കോമ്പോസിഷൻ ഉദ്ദേശിക്കുന്നത്. സോ അത് രണ്ടും എന്താണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് ക്ലോസ് ഇന്റർവൽ 0, 1. ദർ ഇസ് എ പാർട്ടീഷൻ 0 ഈക്വൽ ടു t0 ലെസ് ദാൻ t1 ലെസ് ദാൻ എക്സെട്ര tn ഈക്വൽ ടു 1 സച്ച് ദാറ്റ് നമുക്ക് എന്ത് എഴുതാം, മോഡുലസ് ഓഫ് എഫ് ഓഫ് ഗാമ ഓഫ് ടി ഡിവൈഡഡ് ഗാമ ഓഫ് ടി മൈനസ് സെറ്റ് മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് ടി ജെ ഡിവൈഡഡ് ഗാമ ഓഫ് ടി ജെ മൈനസ് ജെ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ വി ഓഫ് ഗാമ എന്ന് എടുത്തു. ഇത്രയും ടേമിന് നമ്മൾ എന്ത് ചെയ്തു, എപ്സിലോൺ ബൈ വി ഓഫ് ഗാമ ആണെന്ന് എടുത്തു. ഫോർ ടി ജെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ജെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെയും എൻ്റെ ഇടയിൽ നമ്മൾ t1 t2 എക്സെട്ര ടി ജെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ഡിഫൈൻ ആർ ഓഫ് സെറ്റ് ടു ബി ദി റാഷണൽ ഫംഗ്ഷൻ. നമ്മൾ എന്ത് ചെയ്യുക, ആർ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ റാഷണൽ ഫംഗ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യുക. ദെൻ ആർ ഓഫ് സെറ്റ് നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, സിഗ്മ ജെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഗാമ ഓഫ് ടി ജെ മൈനസ് 1 ഗാമ ഓഫ് ടി ജെ മൈനസ് ഗാമ ഓഫ് ടി ജെ മൈനസ് 1 ഇൻറ്റു ഗാമ ഓഫ് ടി ജെ മൈനസ് 1 മൈനസ് ജെ ഓൾ റേസ് ടു മൈനസ് 1. അത് ഡിവൈഡഡ് ഗാമ ഓഫ് ടി ജെ മൈനസ് 1 മൈനസ് സെഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മളൊരു റാഷണൽ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇത്രയും ഭാഗം അടിയിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നതാണ്, എന്നാലേ അത് റാഷണൽ ആവുള്ളൂ. ദി പോൾസ് ഓഫ് ആർ ഓഫ് സെഡ് ആർ എന്തായിരിക്കും പോൾസ് വരിക, ഗാമ ഓഫ് 0 ഗാമ ഓഫ് t1 ഗാമ ഓഫ് t2 ഗാമ ഓഫ് t3 അങ്ങനെ ഗാമ ഓഫ് tn-1 വരും. ദെൻ യൂസിങ് 1.6 പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ദെൻ നമുക്ക് എന്ത് വരും, മോഡുലസ് ഓഫ് ഇൻ്റഗ്രേഷൻ എഫ് ഓഫ് ഡബ്ല്യു മൈനസ് ഡിവൈഡഡ് ഡബ്ല്യു മൈനസ് സെഡ് ഡി ഡബ്ല്യു മൈനസ് ആർ ഓഫ് സെഡ് എന്ന് വരും. സോ ആർ ഓഫ് സെഡിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എവിടെ എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് ഗാമ ഓഫ് ടി ഡിവൈഡഡ് ഗാമ ഓഫ് ടി മൈനസ് സെഡ് മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് ടി ജെ മൈനസ് 1 ഡിവൈഡഡ് ഗാമ ഓഫ് ടി ജെ മൈനസ് 1 മൈനസ് സെഡ് ഡി ഗാമ ഓഫ് ടി എന്ന് വരും. ഓക്കെ, ദെൻ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇത്രയും ഭാഗത്തിൻ്റെ ഇൻ്റഗ്രേഷനാണ് ഇപ്പോൾ നമുക്ക് നമുക്ക് എഫ് ഓഫ് ഗാമ ഓഫ് ടി ജെ മൈനസ് എഫ് ഓഫ് ഗാമ ഇത്രയും ഭാഗത്തിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോഡ് എപ്സിലോൺ ബൈ വി ഓഫ് ഗാമയാണ്. സോ എപ്സിലോൺ ബൈ വി ഓഫ് ഗാമ, പിന്നെ ബാക്കി എന്തേ വരുള്ളൂ, അതായത് ഇത്രയും ഭാഗത്തിൻ്റെ എപ്സിലോൺ ബൈ വി ഓഫ് ഗാമയാണ്. ബാക്കി സിഗ്മ ജെ ഈക്വൽ ടു 1 to ഇൻ്റഗ്രേഷൻ ടി ജെ മൈനസ് 1 to ടി ജെ ഡി ഗാമ ഓഫ് ടി വരും, ഡി മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി വരും. ദെൻ നമ്മൾക്ക് എന്താ വരിക, ഇത് ടി ജെ മൈനസ് 1 വരും. ദെൻ ജെ ഈക്വൽ ടു 1 to n ആയിട്ട് നമ്മൾ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് റൂഞ്ചസ് തിയറം ആണ്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലെറ്റ് കെ ബി എ കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് സി ആൻഡ് ലെറ്റ് ഇ ബി എ സബ്സെറ്റ് ഓഫ് സി ഇൻഫിനിറ്റി മൈനസ് കെ. ദാറ്റ് മീൻസ് ഈച്ച് കമ്പോണൻറ്റ് ഓഫ് സി ഇൻഫിനിറ്റി മൈനസ് കെ if f is analytic in an open set containing k and epsilon greater than 0, then there is a rational function r of z whose only poles lie in E and such that modulus of f of z minus r of z less than epsilon for all z in k. അപ്പോൾ നമ്മൾ പറഞ്ഞ k എന്ന് പറഞ്ഞൊരു കോമ്പാക്ട് സെറ്റ് ആണ് ഓഫ് സിയിൽ. ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഇൻഫിനിറ്റി മൈനസ് കെയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, മീൻസ് ഈച്ച് കമ്പോണൻറ്റ് ഓഫ് സി ഇൻഫിനിറ്റി മൈനസ് കെ. if f is analytic, f analytic ആണ് in an open set containing k and epsilon greater than 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു റാഷണൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ കണ്ടീഷൻ? മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് ആർ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഈ റാഷണൽ ഫംഗ്ഷൻ്റെ അതിന് പോൾസ് എവിടെ ഉണ്ടാവുള്ളൂ? ഇ എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടാവുള്ളൂ. ദെൻ അതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞത്, for this proof we place the result in a different setting on the space C of Kc. we define a distance. അതിൻ്റെ പ്രൂഫ് പറഞ്ഞേക്കാളും മുന്നേ നമ്മളൊരു ലെമ്മയും അതേപോലെ ഒരു ലെമ്മ പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൂഫ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് എഴുതുക? നിങ്ങൾ വീഡിയോ കാണുക, അത് കഴിഞ്ഞിട്ട് ഈ തിയറം പ്രൂഫും ഒരേ സ്ഥലത്ത് എഴുതാം. എന്നാലും നിങ്ങൾക്കത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. So resulting difference on the space C of Kc we define a distance function. നമ്മൾ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ആയിട്ടുള്ള റോ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാണ്. സോ റോ ഓഫ് എഫ് കോമ ജി എന്ന് പറഞ്ഞത് സുപ്രീം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് ജി ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് എലമെന്റ് ഓഫ് കെ ആണ്. ഫോർ എഫ് ആൻഡ് ജി ഇൻ സി ഓഫ് കെ സി. എഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഓഫ് കെ സിയിലുള്ള ഓപ്പൺ സ്പേസ് ആണ്. ഇറ്റ് ഈസ് ഈസി ടു സീൻ ദാറ്റ് റോ എഫ് എൻ കോമ എഫ് ഈസ് കൺവേർജസ് ടു 0 if and only if f equal to u minus limit fn on k. hence C of Kc is a complete metric space. ഇത് നമ്മൾ റിയലിൽ പഠിക്കുന്ന റിസൾട്ടാണ്. റിയൽ അനാലിസിസിൽ നമ്മൾ സിക്സ്ത്തിൽ പഠിക്കുന്ന റിസൾട്ടാണ്. So Runge's theorem says that if f is analytic on a neighborhood of k and epsilon greater than 0, then there is a rational function r of z with poles in E such that rho of f comma r less than epsilon. അതായത് റൂഞ്ചസ് തിയറം റിയൽ അനാലിസിസ് ആ ഒരു കേസിൽ പറയുകയാണെങ്കിൽ എഫ് ഒരു അനലറ്റിക് ഫംഗ്ഷൻ ആണ്. എവിടെ? കെ എന്ന് പറഞ്ഞ കോമ്പാക്ട് സെറ്റിൻ്റെ നെയ്ബർഹുഡിൽ ആൻഡ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദർ ഇസ് എ റാഷണൽ ഫംഗ്ഷൻ. ഒരു റാഷണൽ ഫംഗ്ഷൻ ആർ ഓഫ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യും. എന്താ കണ്ടീഷൻ? ആർ ഓഫ് സെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പോൾസ് ഉണ്ട്. ആ പോൾസ് ഇയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ റോ ഓഫ് എഫ് കോമ ആർ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഓഫ് റോ ആൻഡ് എഫ് കോമ ആർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കുന്നതാണ്. അതായത് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെയും ആർ എന്ന് പറഞ്ഞ റാഷണൽ ഫംഗ്ഷൻ്റെയും ഡിസ്റ്റൻസ് പറഞ്ഞത് അത് എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കുന്ന രീതിയിലാണ് ആ റൂഞ്ചസ് തിയറം പറഞ്ഞത് ഇൻ റിയൽ അനാലിസിസിൻ്റെ കേസിൽ. By taking epsilon equal to 1/n, it is seen that we want to find a sequence of rational function. നമുക്ക് എന്ത് വേണം? അവിടെ റാഷണൽ ഫംഗ്ഷൻ്റെ സീക്വൻസ് വേണം Rn of z with poles in E such that rho f comma Rn is converges to 0 അല്ലേ? കാരണം എപ്സിലോൺ Rn പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് നമ്മൾ റാഷണൽ ഫംഗ്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. സോ അത് എന്തായാലും ഇങ്ങോട്ടേ പോളൂ 0ലേക്ക് കൺവേർജ് ചെയ്തു. സച്ച് ദാറ്റ് എഫ് ഈക്വൽ ടു യു മൈനസ് ലിമിറ്റ് Rn ഓൺ കെ. ഓക്കെ, അതിൻ്റെ പ്രൂഫ് പറയാം. അതിന് മുന്നേ നമ്മൾ ലെറ്റ് ബി ഓഫ് ഇ ഈക്വൽ ടു ഓൾ ഫംഗ്ഷൻസ് എഫ് ഇൻ സി ഓഫ് കെ സി സച്ച് ദാറ്റ് ദർ ഇസ് എ സീക്വൻസ് Rn ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് വിത്ത് പോൾസ് ഇൻ ഇ സച്ച് ദാറ്റ് എഫ് ഈക്വൽ ടു യു മൈനസ് ലിമിറ്റ് Rn ഓൺ കെ. Runge's theorem states that if f is analytic in a neighborhood of k, then f minus k, the restriction of f to k is in B of E. അതായത് ബി ഓഫ് ഇ എന്ന് പറഞ്ഞത് നമ്മൾ എടുത്തിരിക്കുന്നത് എഫിലെ എല്ലാ ഫംഗ്ഷൻസിനെയാണ്. പക്ഷേ നമുക്ക് റോഞ്ചസ് തിയറത്തിൽ പ്രത്യേകം പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് ഒരു അനലറ്റിക് ഫംഗ്ഷൻ ആയിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അടുത്തൊരു ലെമ്മയാണ് ലെറ്റ് ബി ആൻഡ് യു ബി ആൻ ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് സി വിത്ത് ബി സബ്സെറ്റ് ഓഫ് യു ആൻഡ് ഒ വി ഇൻ്റർസെക്ഷൻ യു ഈസ് എം ടി. ഇത് ഞാൻ പറഞ്ഞു എം ടി സെറ്റ് ആണെന്ന് കേട്ടോ. ഇഫ് എച്ച് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് യു ആൻഡ്